നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നത്തെ പേഴ്സണൽ റീഡിങ്സ് ഈ ആഴ്ച കൂടി ഓപ്പൺ ആണ്, ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, സോ മീൻസ് ഈ വീക്ക് ഫുള്ളാവുന്നുണ്ട്, ഓൾമോസ്റ്റ് ഫുള്ളായി. നെക്സ്റ്റ് വീക്കിൽ കേട്ടോ, അതായത് 8-ാം തീയതിക്ക് ശേഷമുള്ള ഡേറ്റിൽ പേഴ്സണൽ റീഡിങ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ, ബട്ട് കുറേ ലോങ് വെയിറ്റിംഗ് ആണ് എനിക്കറിയാം. ഓക്കെ, ബട്ട് എനിവേ റീഡിങ്സ് എടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്നത്തെ റീഡിങ്ങിൽ ഇത് ലെസ് കോൺടാക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അധികം സംസാരമില്ല, വല്ലപ്പോഴും ഒന്ന് വന്ന് സംസാരിച്ച് പോകുന്ന രീതിയിലാണെങ്കിൽ, റെഗുലർ ആയിട്ടുള്ള കോൺടാക്റ്റ് അല്ല, അല്ലെങ്കിൽ ടോട്ടൽ നോ കോൺടാക്റ്റ് ആവാം, സെപ്പറേഷൻ ആവാം, കുറേ ആയിട്ടുള്ള ലോങ് ടേം സെപ്പറേഷൻ ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലൈക്ക് ഒട്ടും ലൈക്ക് കോൺടാക്ട് ചെയ്തിട്ട് വർഷങ്ങളായി എന്ന് പറയുന്നല്ല കേട്ടോ. എനിക്കിപ്പോൾ കുറേ ദിവസം ലൈക്ക് ഒരു കുറച്ച് ദിവസം, ഒരു മാസങ്ങൾ എടുക്കാം മാക്സിമം, ഒരുപാട് അങ്ങോട്ട് പോകണ്ട. ഓക്കെ, സോ അങ്ങനെ ഒരു ചെറിയ സെപ്പറേഷൻ വന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണുമായിട്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പം എന്താ നോക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സും നിങ്ങളവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്തും ആവാം, ബട്ട് നോട്ട് വെരി ലോങ് സെപ്പറേഷൻ കേട്ടോ. ഇയേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല, വർഷങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. ഫീലിങ്സ്, 7 of Wands, Ace of Swords, 2 of Pentacles. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഇമോഷൻസിനെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുക. ഓക്കെ, അതായത് ഫീലിങ്സ്, ഇമോഷൻസ് എന്നൊക്കെ പറയുന്നതിനടുത്ത് സൈഡിലേക്ക് അവിടെ വെച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഞാനതിനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് മാത്രമല്ല ആക്ച്വലി ബട്ട് എവിടെയോ ബോട്ടം ഓഫ് ദ ഡെക്കിൽ എനിക്ക് കാണുന്നത് അവർക്ക് നിങ്ങളുമായിട്ട് തിരിച്ച് റിയൂണിയൻ വേണം. ഓക്കെ, തിരിച്ച് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്ന രീതിയിൽ അവരെ മനസ്സിലുണ്ട്. എങ്ങനെയെങ്കിലും അത് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമോ എന്ന രീതിക്ക് തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് അവർ ദേഷ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഇത് ജെൻസ് ആവണം നിർബന്ധമില്ല കേട്ടോ, ലേഡീസ് ആയാലും ഒരു ദേഷ്യമായിരിക്കാം, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം. സോ അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എന്നുണ്ട്, ബട്ട് എവിടെയോ ഒന്ന് ഹോൾഡ് ബാക്ക് എനർജി ഉണ്ട് ഇവിടെ എനിക്ക്. കാരണം വേണം, നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് മാറി നിൽക്കുന്ന എനർജി. അഗൈൻ ഇവിടെ ഡിഫെൻസീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഡിഫെൻസീവാണ്. അതായത് അവരെന്തോ, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ, മീൻസ് എനിക്ക് തോന്നൽ ശരിയാണെങ്കിൽ അവർ നിങ്ങളെ എന്തോ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറ്റബോധം നല്ലോണം ഉണ്ട്. പക്ഷേ ആ കുറ്റബോധം അതിപ്പോൾ എന്ത് തരത്തിലാണെന്നുള്ളത് നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, ഡീറ്റെയിൽ റീഡിങ് എടുത്തിട്ടില്ല. ബട്ട് അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നല്ല കുറ്റബോധമുണ്ട്, നല്ല റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിനെ സമ്മതിച്ച് തരാൻ അവർ തയ്യാറല്ല. ഓക്കെ, ഇവിടെ ഒരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റിയുടെ കാര്യം എനിക്ക് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സത്യം നിങ്ങൾ അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നമ്മൾ പറയില്ല, ഒരു കട്ടിങ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതായിരിക്കാം. പരസ്പരം പറഞ്ഞു വന്നപ്പോൾ നിങ്ങളും അങ്ങോട്ട് പറഞ്ഞു കാണും, അവരും ഇങ്ങോട്ട് പറഞ്ഞു കാണും. സോ നിങ്ങൾ തമ്മിലുണ്ടായ സംസാരങ്ങൾ മേ ബി വളരെ ഷാർപ്പായിട്ട് വല്ലതും സംസാരിച്ച് കാണാം. ഇവിടെ ഒരു കട്ടിങ് എനർജി ഉണ്ട് എനിക്ക്. സോ ഒരു സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് മേ ബി ഒരു തീരുമാനം എടുത്ത പോലെ, ഒരു ഡിസിഷൻ എടുത്ത പോലെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു സെപ്പറേഷൻ്റെ തീരുമാനം എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുന്നതായിരിക്കാം. ഹാർഷ് വേർഡ്സ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ അവരിപ്പോൾ ഡിഫെൻസീവാണ്. അവർ മേ ബി നിങ്ങളൊരു സത്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കാണാം, ചിലപ്പോൾ അതായിരിക്കാം. അതിൽ അവർക്കറിയാം അവർ തെറ്റ് ചെയ്തു എന്ന്, ബട്ട് അത് സമ്മതിക്കാൻ അവർ തയ്യാറല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്, വേണം സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ ഒരു സെക്കൻഡിന് ആലോചിക്കുമ്പോൾ വേണ്ട എന്ന് ചിന്തിക്കും. എന്ന് മാത്രമല്ല അവർ ലൈഫിൽ ഇപ്പോൾ പല കാര്യങ്ങളും സിറ്റുവേഷൻസ് ജഗിൾ ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ എന്ത് സിറ്റുവേഷനും ആവാം. മേ ബി അവർ ലൈഫിൽ വേറെ എന്തെങ്കിലും പ്രയോറിറ്റീസ് ഉണ്ടാവാം. ജോലിയായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, അങ്ങനത്തെ ആയിരിക്കാം. അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിലും ഇവിടെ നിങ്ങളോട് സംസാരിക്കണോ വേണ്ടേ, റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള ആ ചിന്തയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൻ്റെ കാര്യമായിരിക്കാം. സോ കുറച്ച് ജഗ്ലിങ് എന്ന എനർജി കാണുന്നുണ്ട്. വരാനും തോന്നുന്നുണ്ട്, എന്നാലോട്ട് മീൻസ് അതിനെ അവർ മനസ്സിലിട്ട് ഇങ്ങനെ കളിക്കുന്ന പോലെയാണ്. കാരണം ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ കുറ്റബോധം നല്ലോണം ഉണ്ട്. അവർക്കറിയാം അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്ത് വരണം.
അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ അവർക്ക് അറിയാം. ഇവിടെ 2 പെൻറ്റിക്കിൾസ് ഉണ്ട്, ഇവിടെ ഒരു പെൻറ്റിക്കിളാണ്. അതായത് അവരെ ഇപ്പോൾ അഗൈൻ അവരുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ഇവിടെ. സോ തേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ ലൈഫിൽ വേറെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ദറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്ത് വേണം വരാൻ എന്ന് അവർക്കറിയാം. ഒന്നിൽ ചിലപ്പോൾ അവർ മാറ്റി വെക്കേണ്ടി വരുമായിരിക്കും. സോ അത് മാറ്റി വെക്കാൻ അവർക്ക് ഒരു ടൈപ്പ് സാധിക്കില്ല. മേ ബി അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചൊന്നും വരില്ല. അതിൻ്റെ ആ കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട്, നിങ്ങളെ വിട്ടു നിൽക്കുന്നതിനും ഒരു റിഗ്രറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് മാപ്പ് പറഞ്ഞ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങാനും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ പറഞ്ഞ് വരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് ഒന്ന് സോൾവ് ചെയ്യണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അവർ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം തരേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ അവരൊന്ന് മാറി ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന പോലെയാണ്. ആദ്യമേ തന്നെ നമ്മൾ പറയില്ല, അവരവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ. സോ അങ്ങനെ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താ നോക്കാം നമുക്ക്. പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, മനസ്സിൽ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? വാവ്. Ace of Wands, Queen of Wands, 4 of Cups, Justice, Knight of Cups and 6 of Cups. ഓക്കെ, കർമ്മയുണ്ട്, വേൾഡ് ഉണ്ട്, ഓക്കെ. സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു ചെറിയൊരു കാർമിക് ഫേസ് നടക്കുകയാണ്. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാറി നിൽക്കലൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കാർമിക് ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം. കർമ്മ നിങ്ങൾ തമ്മിൽ കാർമിക് ആണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. ബട്ട് ഒരു കർമ്മ ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഒരു പൂർവ്വജന്മ കർമ്മയായിരിക്കാം, എന്തെങ്കിലും ഉണ്ടാവും. കാരണം അവിടെ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റ് ലൈഫിൻ്റെ തന്നെയുള്ള കർമ്മകളായിരിക്കും നമുക്ക്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് ഇവിടെ ഒരു ലെസൺ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതവിടെ ഇരിക്കട്ടെ ഒരു ഭാഗത്ത്. അതുകൊണ്ടാണ് ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കുന്നതുണ്ടാവും. ഇവിടെ അഗൈൻ നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിൽ എന്താ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഐ ഡോണ്ട് നോ എന്താ അതിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഒരു വാക്ക്. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയാം. അതായത് നിങ്ങൾ കാണാൻ അട്രാക്റ്റീവ് ആണ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളപ്പോൾ അവർക്കൊരു ഗ്രോത്ത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്, അങ്ങനെയും പറയാം. ആൻഡ് ഇവിടെ നിങ്ങൾ അവരുടെ ലൈഫിലുള്ളപ്പോൾ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്ന വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ ലക്കാണ് അവർക്ക് എന്ന് തോന്നുന്നുണ്ടാവും, അവർ കരുതുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ ലക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കും. എവിടെയോ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവരുടെ ലൈഫ് വളരെ ഹാപ്പിയാണ്, ബ്യൂട്ടിഫുള്ളാണ്, മനോഹരമാണ് എന്ന് പറയാം. അല്ലാത്ത സമയത്ത് നോക്കിക്കോളൂ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ്റെ എനർജിയിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടത്, വാളെടുത്ത് നിൽക്കുന്ന രീതിയിൽ. ഇവിടെ നിങ്ങളിപ്പോൾ ഒന്നിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഫുൾ പൂക്കളും ഗ്രോത്തും ഒക്കെയാണ് കാണുന്നത്. സോ എവിടെയോ ഫൈനാൻഷ്യലി ഗ്രോത്ത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഗ്രോത്ത്, അവരുടെ ലൈഫ് തന്നെ മനോഹരമായ ഒരു എനർജിയിലാണ് കാണുന്നത്. ബ്യൂട്ടിഫുൾ എനർജി എന്നുള്ള രീതിക്ക് എടുക്കാം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിലെ ഒരു കിങ് ഓർ ക്വീൻ എന്ന രീതിക്കാണ് അവർ നിങ്ങളെ കാണുന്നത്. വളരെ ഒരു അപ്രീസിയേഷൻ ഉണ്ട് അവർക്ക്, നിങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതിന് അവർക്ക് ഒരുപാട് അപ്രീസിയേഷൻ ഉണ്ട് നിങ്ങളെ. ബട്ട് ഇവിടെ അവർക്ക് നന്നായിട്ട് അറിയാം ദറ്റ് അവരിതുവരെ നിങ്ങൾക്ക് അങ്ങോട്ട് വേണ്ടത്ര കെയർ തന്നിട്ടില്ല എന്നുള്ളത് അറിയാം. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവരുടെ കൂടെ നിന്നിട്ടുണ്ട്, അവരെ ഒരുപാട് കെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ പലപ്പോഴും അവർ നിങ്ങൾ കൊടുത്ത സ്നേഹം അവർ വില തിരിച്ചറിഞ്ഞില്ല എന്നവർക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ വിട്ട് നിൽക്കുമ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ, നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈവൻ ലെസ് കോൺടാക്റ്റ് ആണെങ്കിലും അവർക്ക് തിരിച്ചറിയുന്നുണ്ട് ദറ്റ് ഞാൻ ചെയ്ത തെറ്റാണ് എന്നവർ അറിയുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പറയില്ലേ ഒരു വില തിരിച്ചറിയാത്ത ഫീലിംഗ്. നിങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിരുന്നു എന്ന് പറയാം. എന്ന് മാത്രമല്ല ഇവിടെ ശരിക്കും നിങ്ങളുടെ വില ഇപ്പോൾ അവർ തിരിച്ചറിയുന്ന പോലെയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ അങ്ങോട്ട് എത്ര അവരെ പുറകെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവർ വളരെ ഡീപ്പായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സിൽ അവർ ശരിക്കും ആ നഷ്ടബോധം അവർ അനുഭവിക്കുന്നുണ്ട്. അവർ ആ ഒരു ഫീലിംഗ് അവർക്ക് വളരെ വിഷമമുണ്ട് അവർക്ക്. എന്നിട്ട് നിങ്ങളെ അവർ വേണ്ടപ്പോൾ കെയർ ചെയ്തില്ല, വേണ്ടപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ കുറ്റബോധം ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് നല്ലോണം കുറ്റബോധമുണ്ട്.
ആൻഡ് വേറെ ഏതെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ പോയതായാലും ശരി, തേർഡ് പാർട്ടി ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നാലും ശരി, നിങ്ങൾക്ക് സമയം തന്നില്ല, എന്ത് തന്നെ കാര്യങ്ങളായാലും ഓക്കെ, നിങ്ങൾ ജഗിൾ ചെയ്തു, നിങ്ങളൊരു ഓപ്ഷനായിട്ട് അവരെ ലൈഫിൽ കണ്ടു, അതെല്ലാം ഓക്കെ, അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് നിങ്ങളോട്. ശരിക്കും ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജിയാണ്. ഓക്കെ, അവർ നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്നുള്ളൊരു എനർജി ഉണ്ട്. ആക്ച്വലി ന്യായം ചെയ്യണം എന്ന് തോന്നലുണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ അതൊരു വളരെ നല്ല കാര്യമാണ് അല്ലേ. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മളൊരു വ്യക്തിയോട് നമ്മൾ ലോയലായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ന്യായം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ട് അവർക്ക്. അത്രയും ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് സ്ഥാനമാണ് അവർ തരുന്നത്. അതുകൊണ്ടാണ് ഓക്കെ. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. സോ നിങ്ങളോടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ആയിട്ട് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് അവരുള്ളിൽ, പക്ഷെ അത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്ത് കാണില്ല. ബട്ട് അതിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വീണ്ടും നിങ്ങൾ തമ്മിൽ റീയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. നിങ്ങൾ തമ്മിലുള്ള നല്ല സമയങ്ങൾ, നല്ല മൊമെൻറ്റ്സ് എല്ലാം അവർ മിസ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. എവിടേക്കോ നോസ്റ്റാൾജിക് എനർജിയിൽ ഇരിക്കുന്നുണ്ട്, മിസ്സിങ് എനർജി ആണെന്ന് പറയാം. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ശരിക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ. നിങ്ങൾ തമ്മിൽ മേ ബി കുറേ വർഷമായിട്ടുള്ള പരിചയമായിരിക്കാം. സോ അതിൻ്റെയും നമ്മൾ പറയില്ല, ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു മെമ്മറീസ് അവരുള്ളിലുണ്ട്. എന്തായാലും അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെ. ആൻഡ് വീണ്ടും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു, വീണ്ടും നിങ്ങളുമായിട്ട് റീകണക്ഷൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു കാർമിക് സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ എൻഡിങ് ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എൻഡിങ് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു അകൽച്ചയുടെ എനർജിയാണ്, താൽക്കാലികമാണെന്നാണ് എനിക്ക് വരുന്നത്. അതിനുശേഷം ഇവിടെ പക്ഷേ 10 ഓഫ് കപ്സ് ആണ്. സോ തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ്റെ എനർജി ഉണ്ട് ഇവിടെ. വീണ്ടും ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇതൊരു റിയൂണിയൻ്റെ എനർജിയാണ്. അവർ വീണ്ടും നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അത് അവസാനിച്ച് വീണ്ടും ഒരു റിയൂണിയൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. സോ ഇപ്പോൾ തൽക്കാലം സെപ്പറേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ മനസ്സിൽ യു ആർ ഹോൾഡിങ് എ വെരി സ്പെഷ്യൽ പ്ലേസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളടുത്തേക്ക് വരാൻ ആഗ്രഹിക്കും. ഇപ്പോൾ എന്ത് കാരണം കൊണ്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിലും ശരി, അവർ വീണ്ടും നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാനും റീകണക്ട് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ന്യായം ചെയ്യും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അവർക്ക് അറിയാം ദാറ്റ് അവർ ഇതുവരെ അവർ നിങ്ങളെ ശരിക്കും ഒരു വാല്യൂ തന്നില്ല. ഓക്കെ, അവർ മനസ്സിലൊക്കെ ഉണ്ട്, പക്ഷെ അതൊരിക്കലും നിങ്ങളോട് കാണിച്ചില്ല. എന്നത് കാണിക്കുന്ന എല്ലാ എനർജിയും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഫ്യൂച്ചറിലേക്ക് എന്താവുന്ന കുറച്ച് കാർഡ്സ് കൂടി നമുക്ക് മെസ്സേജസ് ആയിട്ട് എടുക്കാം. എന്താ ഇതോട്ടാ അവിടെ എൻ്റെ പപ്പി വന്ന് നിൽക്കുന്നുണ്ട്. അവനും റീഡിങ് കേൾക്കാൻ വന്ന് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള മെസ്സേജസ് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. മെസ്സേജസ് അവരെന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് നിങ്ങളോട്. The sound of your laughter is like a drug to me. ഓക്കെ, നിങ്ങൾ ചിരിക്കുക. ഓ മൈ ഗോഡ്, ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, ദ സൗണ്ട് ഓഫ് യുവർ വോയിസ്, സൗണ്ട് ഓഫ് യുവർ ലാഫ്റ്റർ. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ചിരിയുടെ സൗണ്ട് അവർക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ്. ഒരു ലൈക്ക് എ ഡ്രഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അത്ര വേണ്ട, പക്ഷെ അവർക്ക് അത്രയും ഇഷ്ടമാണ് എന്ന രീതിയിലാണ്. എന്തേ നിനക്കും പറയാനുണ്ടോ? യു ആർ ദി ഓൺലി വൺ ഹൂ മാനേജസ് ടു കാം ഡൗൺ മൈ ഇന്നർ ബീസ്റ്റ്. ഓക്കെ, അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ സ്ട്രെസ്സോ ഈവൻ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എൻ്റെ ആളിരിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ, കാണിക്കുക സ്ക്രീൻ. ഓക്കെ, സോ അവർ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ആകുമ്പോഴോ ചിലപ്പോൾ നിങ്ങളോട് വല്ലാതെ ദേഷ്യമൊക്കെ പെടുന്നുണ്ട്, എല്ലാവരോടും ചെയ്യുന്നുണ്ടോ, പക്ഷെ നിങ്ങൾക്കാണ് അവരെ കൺട്രോൾ ചെയ്യാൻ അറിയാമെന്നാണ് പറഞ്ഞത്. കൺട്രോളല്ല, ഓക്കെ, നിങ്ങൾ അവരെ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ഐ തിങ്ക് സ്നേഹത്തോടെ നിങ്ങൾ കീഴടക്കാറുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു ഓർമ്മ വരുന്നു എനിക്ക്. നിങ്ങൾ അവരെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന വ്യക്തികളാണ്. ഐ ഡേ ഡ്രീം ഓഫ് അവർ ഫ്യൂച്ചർ ടുഗെദർ. യെസ്, തീർച്ചയായിട്ടും അവർക്കൊരു ഫ്യൂച്ചർ ആഗ്രഹമുണ്ട്, ഫ്യൂച്ചർ കമ്മിറ്റ്മെൻറ്റ്. പറ്റുന്നവർക്ക് മാരേജ്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് അവർ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഐ ലവ് ദാറ്റ് ഐ ക്യാൻ ബി മൈസെൽഫ് അറൗണ്ട് യു. അവർ എങ്ങനെയാണോ അങ്ങനെയാണ് അവർ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ അവർക്ക് ഇരിക്കാനും നിങ്ങളുടെ മുമ്പിൽ പറ്റും. ബിക്കോസ് നിങ്ങൾ ഒരിക്കലും അവർ ജഡ്ജ് ചെയ്യില്ല. നിങ്ങൾ ഒരിക്കലും അവർ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാപ്പ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് നിങ്ങളുടെ മുമ്പിൽ അവർക്കൊന്നും മറക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരിടമാണ് നിങ്ങൾ. ഓക്കെ, ആൻഡ് ഐ ആം വർക്കിംഗ് ഹാർഡ് ഓൺ മൈ ഫൈനാൻസസ് ഫോർ യു, ഫോർ അസ്, ഫോർ അവർ ഫ്യൂച്ചർ. ഓക്കെ, സോ ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ ഫൈനാൻസസ് ഒക്കെ ഒന്ന് ബെറ്റർ ആക്കിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് കുറച്ച് പേർക്ക്. അതിപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ ആണെങ്കിൽ, ഒരു മാരേജ് ഓഫറൊക്കെ ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു സ്റ്റേബിളായിട്ടൊരു ജോലി, എൻ്റെ ഫൈനാൻസസ് ഒക്കെ ഒന്ന് ശരിയാക്കട്ടെ എന്നിട്ട് വരാം എന്ന് ചിന്തിക്കുന്നുണ്ട് കുറച്ച് പേര്.
വാവ്, സോ ദിസ് ഇസ് ഹൗ റിയൽ ലവ് ഫീൽസ് ലൈക്ക്. ഓക്കെ, അവർ പറയുന്നത് നിങ്ങളെ ശരിക്കും പരിചയപ്പെട്ട ശേഷം അല്ലെങ്കിൽ നിങ്ങളെ കണ്ട ശേഷം ഒരു റിയൽ ലവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ മെറ്റ് യു, ഐ യു ഷുവർ യു ആർ റിയൽ. യെസ്, നിങ്ങളെ ശരിക്കും നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അവരുടെ ലൈഫിൽ അവർ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ ഒരാളെ അവർ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ അത്രയും സ്നേഹവും കെയറും അവർ മനസ്സിലാക്കിയിട്ടും വിട്ടുകൊടുത്തിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ പക്ഷേ നിങ്ങളിവിടെ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. ബട്ട് അവർ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ആ സ്നേഹവും കെയറും എല്ലാം അവർ കാണുന്നുണ്ട്. അവർക്ക് തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഒരിക്കലും അത് നിങ്ങളുടെ കുറവായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ ആവശ്യത്തിനും അതിനധികവും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അവർ കാണുന്നുമുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ അത് നിങ്ങളോട് കാണിക്കാനോ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാനോ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അതൊരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ ഒരു മെസ്സേജ് പ്രത്യേകം ഞാൻ പറയുകയാണ്. ഐ കാൺ വെയിറ്റ് ടു സീ യു അഗൈൻ. യെസ്, നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ ഇത്രയും ഇഷ്ടമുള്ള ആളെന്തിനാ എൻ്റെ അടുത്ത് മാറി നിൽക്കുന്നത് അല്ലേ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ അഗൈൻ അതിൻ്റെ ഉത്തരം നമ്മൾ ഫസ്റ്റ് എടുത്ത കാർഡിൽ തന്നെ ഞാൻ പറഞ്ഞു. അവർ നിൽക്കുന്നത് അവർ വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അവർ എവിടെയോ നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് അതൊക്കെയാണ് മെയിൻ ഇഷ്യൂസ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളുടെ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം അവർ അത്ര വേഗം വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ അവർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ബട്ട് മനസ്സിൽ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സ്ഥാനം അവർ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഒരു റിയലൈസേഷൻ അവർക്ക് വരണം ദാറ്റ് ഓക്കെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരും. പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പ് തൽക്കാലം നിങ്ങൾ ഒന്ന് മാറി നിൽക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും ശരി, ഇത് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾ ഒരുപാട് സ്ഥാനമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സ്ഥാനം വലുത് തന്നെയാണ്. പക്ഷേ അവർ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും അങ്ങനത്തെയുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ സെൽഫ് ലവിൽ നിൽക്കുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയാം. ആ പേഴ്സൺ പറഞ്ഞ വാക്കുകൾ അത് സത്യമാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കൂ. ഓക്കെ, പക്ഷെ അവർ അത് മനസ്സിലാക്കിയിട്ടും അതിന് വേണ്ടതൊന്നും ചെയ്യുന്നില്ല. അത് അവരുടെ മിസ്റ്റേക്കാണ്, നിങ്ങളുടെ അല്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.